അശോക് സാർ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ പല രാഷ്ട്രീയ പ്രവർത്തകരും വ്യത്യസ്ത തരത്തിലുള്ള പ്രസ്താവനകളും പോസ്റ്റുകളും ഒക്കെ പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മുടെ കെ.എം. ഷാജി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അടുത്ത തവണ UDF അധികാരത്തിൽ വരേണ്ടത് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാകണം എന്നാണ് കെ.എം. ഷാജി പറയുന്നത്. മതമല്ല പ്രശ്നം എന്ന് പാടിക്കൊണ്ടിരുന്ന ഒരു നാട്ടിൽ കെ.എം. ഷാജിയെ പോലെയുള്ളവർ മതമാണ് പ്രശ്നം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമാണ് പ്രശ്നം, ആ മതത്തെ സംരക്ഷിച്ചു നിർത്തണം എന്ന നിലയിലേക്ക് ചില പ്രസ്താവനകൾ നടത്തുന്നു. കെ.എം. ഷാജി ആഹ്വാനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എത്രത്തോളം അപകടമുണ്ടാക്കും, അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ ആണോ യാഥാർത്ഥ്യമായിട്ടുള്ളത്? അശോക് സാർ എങ്ങനെ ഈ വിഷയത്തെ വിലയിരുത്തും? കെ.എം. ഷാജി പറഞ്ഞതിൽ എന്താണ് തെറ്റായിട്ടുള്ളത്? അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത പാർട്ടിയുടെ പേരെന്താണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതായത് ലീഗ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓർ അസോസിയേഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒക്കെയാണ് അതിന്റെ അർത്ഥം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന 1948-ലാണ്. അതിന് മുമ്പ് തന്നെ ഒരു പൈതൃകമുണ്ട്. അത് 1906-ലാണ്. 1906 ഇന്ത്യൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് AIML എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്ന ബനാത്ത് വാലയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അത് ബംഗ്ലാദേശിലെ ധാക്കയിലാണ് ഈ അസോസിയേഷൻ, അത് അന്ന് പാർട്ടി ആയിട്ടില്ല, അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്താണ്, അവിടുത്തെ ആഗാഖാന്, പിന്നെ ഏതൊക്കെ നവാബ്, അതുപോലെ നടന്ന അപ്പർ ക്ലാസ് മുസ്ലിംസ് ചേർന്നിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഇത് 1906 നിലവിൽ വരികയും അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തില്, അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ അവരുടെ കൂടെ നിന്ന് ഭരിക്കുക, അപ്പൊ അവരുടെ പെർസെൻറ്റേജ്, അതിനനുസരിച്ചുള്ള റെപ്രസെന്റേഷൻ വേണം. അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു അസോസിയേഷനാണ് ഈ പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിതൃസംഘടനയായ AIML. അപ്പൊ അവിടെ ഇത് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പുരോഗമിക്ക് ജിന്ന അതിന്റെ ഈ തലപ്പത്തേക്ക് വരികയും, അതായത് മുസ്ലിം അസോസിയേഷനുകളുടെ തലപ്പത്തേക്ക് ജിന്ന വരികയും, മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹം വളരെ റാഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ അദ്ദേഹം ഇതിന്റെ അകത്തെ ഇവരുടെ നേതൃത്വത്തിന്റെ മണ്ടത്തരമാണോ, അതോ ഇനിയും നെഹ്റുവുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസസോസിയേഷൻ കൊണ്ടുണ്ടായ ചുരുക്ക് വെച്ചിട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ പാർട്ടീഷന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചു. അങ്ങനെ ഇന്ത്യ രണ്ടായി. അപ്പൊ ഇന്ത്യ രണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതായത് ഇന്ത്യൻ യൂണിയനിൽ മാത്രമുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തുടക്കം തൊട്ട് ഇന്ന് വരെ അത് മുസ്ലിം ലീഗാണ്. അതൊരു മതത്തിന്റെ പാർട്ടിയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മതപാർട്ടികളെ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നതുകൊണ്ട് അത് സെക്കുലർ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് സെക്കുലർ ആയിട്ടുള്ള ചില നാട്യങ്ങളൊക്കെ അതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആ പാർട്ടിയുടെ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ കെ.എം. ഷാജി പെട്ടെന്ന് ഇങ്ങനെ പ്രകോപിതനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, SDPI പോലെ ഇതിനേക്കാട്ടിലും രൂക്ഷമായ തീവ്രമായ പൊളിറ്റിക്കൽ പാർട്ടി ഉയർന്നു വരുന്നത് കൊണ്ട് ഒരുപക്ഷെ അവരുടെ ഭീഷണി കൊണ്ട് ആകാം. അതായത് ഈ പറയുന്ന മുസ്ലിം നേരത്തെ ഉണ്ടായിരുന്ന റെപ്രസെന്റേഷൻ ആവശ്യപ്പെട്ട AIML-ൽ നിന്നും, പിന്നീട് കേരളത്തിൽ 2 മുന്നണികളിലും മാറി മാറി ഇരുന്നിട്ടുള്ള ലീഗുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് SDPI പോലുള്ള പാർട്ടികളുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് പറയേണ്ടത് സ്വാഭാവികമാണ്. നമ്മളൊരു ഷാജിയോടൊരു പ്രതിയോഗിയാകുന്നില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു അസ്വസ്ഥതയും തോന്നേണ്ട കാര്യമില്ല. അത് ആ പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണ്. ആ പാർട്ടി ഇവരെ സമാഹരിച്ച്, അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട ആളുകളെ സമാഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ്. അതിനൊരു പൊളിറ്റിക്കൽ ഫേസ് ഉണ്ട്. ആ ഫേസ് ഉപയോഗപ്പെടുത്തി അവർ ഭരണത്തിലും
പിന്നെ മറ്റ് ആനുകൂല്യങ്ങൾ നേടുന്നതിലുമൊക്കെ അവരത് ഉപയോഗിക്കാറുമുണ്ട്. അതൊക്കെ വളരെ കറക്റ്റായിട്ട് മുന്നോട്ട് ഷാജി പറഞ്ഞതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല. പക്ഷേ ഇത് കോൺഗ്രസിനോട് എന്തിനാണ് പറയുന്നത്? കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണോ? അല്ലെങ്കിൽ UDF-ൽ വേറെ ഘടകകക്ഷികളുണ്ടല്ലോ, അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചോണം, അതായത് ദാ അടി വരുന്നു, എല്ലാവരും എന്റെ ചുറ്റും നിൽക്കണം എന്ന് പറയുന്നതാണോ? KM ഷാജിയുടെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഈ KM ഷാജിയുടെ ഉദ്ദേശമല്ല, ആയിരിക്കില്ല ഒരിക്കലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഉദ്ദേശം. കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടെ വ്യക്തതയുണ്ട്, കാര്യങ്ങളോട് കുറച്ചുകൂടെ നീക്കുപോക്കുകളുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, എന്തിനാണ് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റുള്ള ജനവിഭാഗത്തിനെ പ്രകോപിപ്പിക്കുകയോ, ജനവിഭാഗത്തിനല്ല പൊളിറ്റിക്കൽ പാർട്ടികളെ പ്രകോപിപ്പിക്കുകയോ ചെയ്യുന്നത്? അത് അങ്ങനെ പ്രകോപിപ്പിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ്? SDPIയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണോ അദ്ദേഹം ചെയ്യുന്നത്? കാരണം ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ SDPIക്ക് ചില സീറ്റുകൾ, അതായത് സ്വതന്ത്രൻ എന്നുള്ള ലേബലിൽ UDF ചില സീറ്റുകൾ നൽകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കണം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഷാജിയുടെ ഒരു ആഗ്രഹം. അതായത് മുസ്ലിം ലീഗിന് കിട്ടുന്ന സീറ്റിൽ ഒന്നുപോലും കുറഞ്ഞു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അത് വളരെ നല്ല കാര്യമാണ്, ആ പാർട്ടിയോടുള്ള ഒരു കൂറുമാണ്. പക്ഷേ ഈ 10 വർഷമായിട്ട് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മുന്നണിയാണ് UDF. അടുത്ത കാര്യവും നമുക്ക് പറയാറായിട്ടില്ല. ഇവിടെ എന്തും സംഭവിക്കാം. അതായത് ഇപ്പം VD സതീശനൊക്കെ പറയുന്നത് പോലെ 2026-ൽ UDF ഭരണത്തിൽ വന്നേക്കാം. നമുക്ക്, കാരണം ഇതെല്ലാം ജനത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, എല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതാണെന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ദൈവം ജനമാണ്. ജനം എങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് മുൻകൂറായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതനുസരിച്ചിട്ട് ഷാജി UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ലീഗിന്റെ സീറ്റിൽ ഒന്നുപോലും കുറയരുത്. കോൺഗ്രസ് വേണമെന്നുണ്ടെങ്കിൽ SDPI വേറെ വേഷം കെട്ടി, അതായത് എന്താണ് മയിലിന്റെ വേഷം കെട്ടി വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കണം. അതിനുള്ള ഒരു തറയൊരുക്കമായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇതിന്റെ വേറൊരു, പക്ഷേ ഇതിനൊരു കോൺട്രാക്ടറി എഫക്റ്റ് കൂടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ മുസ്ലിംസ് എല്ലാവരും ലീഗുകാരോ അല്ലെങ്കിൽ ഒവൈസിയുടെ പാർട്ടിക്കാരോ ഒന്നുമല്ല. അവര് വളരെ വ്യക്തമായിട്ട് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ കൂടുതലും വൈശ്യവൃത്തി ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്നവരാണ്. കൃഷിക്കാരൊക്കെ കേരളത്തിൽ കൃഷിക്കാരും കച്ചവടക്കാരും ഉണ്ടായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് നോക്കുന്നതെന്ന് പറയുന്ന മുന്നോട്ടുള്ള ജീവിതമാണ്. ആ ജീവിതത്തിൽ ആരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഏത് ഭരണകൂടം നമ്മളെ സഹായിക്കുമെന്നാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നോട്ടം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഈ KM ഷാജിയുടെ പ്രസ്താവന, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കിട്ടും എന്ന് അവർ പറയുന്ന വോട്ടുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലുള്ള ലീഗുകാരുടെയും പ്ലസ് കോൺഗ്രസ്സുകാരുടെയും കൂടെ വോട്ടാണ്. അത് ആ വിഷയത്തില് അവരെന്താണ്, മുസ്ലിം സമുദായം എന്ത് തീരുമാനമാണ് അതിലെടുക്കുന്നത് എന്നുള്ളതും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഷാജിയുടെ ഭയം, അതായത് ലീഗിന്റെ സീറ്റ് കുറഞ്ഞു പോകുമോ എന്നുള്ള ഷാജിയുടെ ഭയത്തിന് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഷാജിയുടെ കാര്യമില്ല. പിന്നെ മതം അതാണ്, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിനെ മനുഷ്യനാക്കിയത് മതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം. പ്രതിയോഗികൾ അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഒരു അരോചകത്വവും തോന്നേണ്ട കാര്യമില്ല. അത് ഷാജി പറയേണ്ട കാര്യം തന്നെയാണ്, കാരണം ആ പാർട്ടിയുടെ പേര് അത് തന്നെയാണ്. അപ്പൊ കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഇത് എന്ന് പറയുന്നത് ലീഗിന്റെ സീറ്റ് കൊടുക്കുകയില്ല, VD സതീശൻ കോൺഗ്രസിന്റെ സീറ്റ് മേടിച്ചു കൊടുക്കണം SDPIക്ക്. ഇതാണ് ഈ പറയുന്ന ഇതിന്റെ കാതലായ ഉദ്ദേശം.
യെസ്. അത് അശോക് സാർ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ.എം. ഷാജി അത് പറയും. കാരണം കെ.എം. ഷാജി ഏത് പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഈ മതമാണ് തനിക്ക് ഏറ്റവും വലുത് എന്നല്ലാതെ കെ.എം. ഷാജിക്ക് എന്ത് പറയാൻ സാധിക്കും എന്നതാണ്. പക്ഷേ യു.ഡി.എഫ് അധികാരത്തിൽ വരേണ്ടത് മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാവണം എന്ന് കെ.എം. ഷാജി ആഹ്വാനം ചെയ്യുന്നിടത്താണ് ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സാർ.